അങ്ങനെ വാറണ്ട് ആയിട്ടാണ് ഞാൻ മഫ്റ്റിയിലാണ് പോകാൻ തീരുമാനിച്ചത്. യൂണിഫോമിൽ പോയ ഇവൻ ചിലപ്പം വരും കല്യാണത്തിന് വന്നിട്ട് ഓടിക്കളഞ്ഞാലും. ഇതിൽ സന്തോഷം എന്ന് പറഞ്ഞ ആളുടെയും ഈ സൈമൺ എന്ന് പറഞ്ഞ ആളുടെ ഫോട്ടോ കൂടെ ഒന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഒരു തന്നെ സെയിം തന്നെ. ഇതെന്താ ഒരു കാര്യം? അത് ക്രൈംബ്രാഞ്ചിൽ അന്വേഷിക്കുന്ന ഒരു വാറണ്ട് കേസിലെ പ്രതിയാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കണം, എൻ്റെ സഹോദരിയുടെ മകളുടെ വിവാഹം നടക്കണം. അതിന് ധൈര്യം സംഭരിക്കേണ്ടുന്ന നീയാണ്. ഒരു കൊലപാതക കേസിലെ പ്രതിയെ അന്വേഷിച്ച് പോലീസ് ചെന്നെത്തുന്നത് ഒരു കല്യാണ വീട്ടിൽ. പിന്നെ നടക്കുന്നതെല്ലാം സിനിമയെ വെല്ലുന്ന കഥകൾ. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇന്ന് കലാകൗമുദിയുടെ അന്വേഷണ കഥകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ കഥ നമ്മളോടൊപ്പം പറയുന്നത് മുൻ DYSP ഗിൽബർട്ട് സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഇപ്പോൾ നമ്മൾ 2-3 കഥകൾ ഇങ്ങനെ നമ്മൾ 2 എപ്പിസോഡായി പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലാണ്. ഒരു വാറണ്ട് കേസ് പ്രതി പോലീസിന് തലവേദന സൃഷ്ടിക്കുന്നു. അന്വേഷിച്ചെത്തുന്ന പോലീസ് കല്യാണ വീട്ടിലെത്തുന്നു. ആ കല്യാണ വീട്ടിലെത്തുമ്പോൾ കല്യാണ ചെക്കനാണ് നിങ്ങൾ തേടിയെത്തിയ പ്രതിയെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് ഒറ്റ രാത്രി കൊണ്ട് ആ പെൺകുട്ടിയുടെ കല്യാണം മറ്റൊരു പയ്യനെ കണ്ടെത്തി നിങ്ങൾ നടത്തി കൊടുക്കുന്നു. ഇതെല്ലാം ഒരു സിനിമാ കഥ പോലെ രസകരമായി തോന്നുന്നു. ആ സംഭവം ഒന്ന് വിശദീകരിക്കുക. അത് ഞാൻ ക്രൈംബ്രാഞ്ചിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു സംഭവമാണ്. അതായത് ഈ തമിഴ്നാട് ബോർഡർ, കേരളത്തിൻ്റെ അങ്ങേയറ്റത്തുള്ളൊരു ബോർഡർ, ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഒരു വാറണ്ട് കേസിലെ പ്രതി താമസിക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ അന്വേഷണത്തിൽ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. ഒരു സന്തോഷം എന്ന് പറയുന്ന പ്രതിയാണ് ഞങ്ങൾ അന്വേഷിച്ചിരിക്കുന്നത്. ആ ഏരിയയിൽ എവിടെ ഉണ്ടെന്നറിയാം. പക്ഷെ ആ ഇടയ്ക്കാണ് എൻ്റെ ഒരു സ്നേഹിതൻ്റെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിന് ക്ഷണക്കത്ത് വന്ന് ഫോണിൽ വിളിക്കുകയും ചെയ്തു. സ്റ്റാൻലി എന്നാണ് അവൻ്റെ പേര്. അവനാണെങ്കിൽ ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചാൽ. അപ്പോൾ പഠിച്ചത് മാത്രമല്ല, ആ വീട്ടിലെ മിക്കവാറും നോക്കിയ സന്ദർശകനായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ വീട്ടുകാർ സ്റ്റാൻലിയെ എങ്ങനെ സ്നേഹിക്കുന്നോ അതിനപ്പുറമായിട്ടാണ് എന്നെ സ്നേഹിക്കാൻ, എന്നെ സ്വീകരിക്കാൻ. അവർ വീട്ടിൽ ചുട്ടു തല്ലി ടിന്നിൽ അടച്ചു വെച്ച കശുവണ്ടി നൽകാനും തൊടിയിലുള്ള കൂടുന്ന തേനെടുത്ത് അതും ചേർത്ത് ആ കപ്പ വേവിച്ച് നൽകാനും ഒക്കെ അവർ മത്സരമായിരുന്നു. അത്ര സ്നേഹമായിരുന്നു ആ വീട്. അങ്ങനെ ഞാൻ അവധി സമയത്തൊക്കെ മിക്കവാറും അവൻ്റെ വീട്ടിൽ പോവും. അവിടുമായിട്ട് അത്ര അടുപ്പമായിരുന്നു. അവൻ്റെ സഹോദരിയുടെ മകളുടെ വിവാഹം എന്ന് അറിഞ്ഞതുകൊണ്ട് അവിടെ ഒന്ന് പോകണം എന്ന് തീരുമാനിച്ചു. അതോടൊപ്പം ഈ വാറണ്ട് പ്രതി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ, ഈ കല്യാണത്തിന് വരുമോ എന്ന് നോക്കുകയും വേണം. അങ്ങനെ വാറണ്ട് ആയിട്ടാണ് ഞാൻ മഫ്റ്റിയിലാണ് പോകാൻ തീരുമാനിച്ചത്. യൂണിഫോമിൽ പോയ ഇവൻ ചിലപ്പം വരും കല്യാണത്തിന് വന്നിട്ട് ഓടിക്കളഞ്ഞാലും അവനെ കണ്ട് മനസ്സിലാക്കി വെച്ചിട്ട് പിന്നെ ചെന്ന് പിടിച്ചുകൊണ്ട് വരാം, പോലീസുമായിട്ടൊക്കെ പിടിക്കാം എന്നായിരുന്നു മനസ്സിൽ കരുതിയത്. ആ ഉദ്ദേശത്തോടെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് തന്നെ ഞാൻ ഊരമ്പ് എന്ന സ്ഥലത്ത് എത്തി. ക്രൈംബ്രാഞ്ച് പറഞ്ഞിരുന്നു, ഞാനിപ്പോൾ തൽക്കാലം പോലീസുകാരും കൊണ്ടുവന്നില്ല, ഞാൻ രഹസ്യമായിട്ട് അന്വേഷിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ അവരെ കണ്ടെത്തിയിട്ട് ഇവരെല്ലാവരും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവിടെ അങ്ങനെയാണ് അറിയിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഊരമ്പ് എന്ന സ്ഥലത്ത് ജീപ്പ് ഇറക്കിയിട്ട് അവർ തിരിച്ചയക്കുകയും ചെയ്തു, നിങ്ങൾ പോക്കോ, ആരൊന്നും അറിയണ്ട. അപ്പോൾ ആരും അറിയാത്തതുമല്ല. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് നോക്കിയപ്പം സന്ധ്യ കഴിഞ്ഞു. അപ്പോൾ ആ സമയം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചുകൂടെ വൈകിപ്പോയി. പക്ഷെ അവിടെ ആ ജംഗ്ഷനിൽ ഒരു പെട്ടിക്കടയും ഒരു ചായക്കടയും ഒക്കെ ഉണ്ട്. 1-2 ആളുകളൊക്കെ നിൽക്കുന്നു. അപ്പോൾ അതിനടുത്തൂടെ ഒരു സൂട്ട്കേസുമായിട്ട് നടന്നു പോകണത് ആരെന്ന് അവരൊക്കെ നോക്കുകയും ചെയ്തു. എന്തായാലും ഞാനൊന്നും അറിയാത്ത പോലെ അവിടെ നടന്ന് പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് കയറ്റം കയറിയാണ് എനിക്ക് പോകേണ്ടത്. അപ്പം ഇടത്തോട്ട് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ ആ റോഡ് മെറ്റലൊക്കെ ഇളകി കിടക്കുന്നത്, കാളവണ്ടികൾക്ക് മേൽക്കോമയുള്ള റോഡാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ അക്കത്തിൽ അന്ന് കാളവണ്ടികളാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പം മെറ്റൽ ഇളകി കിടന്ന റോഡാണ്. ആ റോഡ് കുറച്ച് നടന്നപ്പോഴാണ് ഈ പെട്ടെന്ന് ഇരുട്ട് വന്നത്. ഇവിടെ സമയം തെറ്റിയതിനെ. അപ്പം പിന്നെ ലൈറ്റ് എന്ന് പറയുന്നതിൽ വെളിച്ചം വെളിച്ചം ഉണ്ടായിരുന്നു കുറേ സമയം. അത് കഴിഞ്ഞ് ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ട്രീറ്റ് ലൈറ്റ് മിന്നാമിനിങ്ങിൻ്റെ വെറുമോട്ടം പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിന്നുന്നുണ്ട്. അപ്പം അത് ലക്ഷ്യം വെച്ച് ഇങ്ങനെ നടന്നു.
കുറച്ചുകൂടെ നടന്നപ്പോഴാണ് എതിരെ രണ്ടാളുകൾ നടന്നു വരുന്നത്, ഒരു പുരുഷനും ഒരു സ്ത്രീയും. ആ പുരുഷൻ ഷർട്ടൊന്നും ഇട്ടില്ല, നടന്നു വരുമ്പോൾ നെഞ്ചിൽ ഒരു കറുത്ത അടയാളം കണ്ടപ്പോഴേ മനസ്സിലായി ഇത് കല്ലിച്ച് അടയാളം നടത്തിയ പനയിൽ കയറുന്ന ആളാണെന്ന് മനസ്സിലായി. ഒപ്പം ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ ആണെങ്കിൽ കടും നിറത്തിലുള്ള ചേലയും ചുറ്റിയിട്ടുണ്ട്, കാതിൽ തൂങ്ങിക്കിടക്കുന്ന ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്, മുടി ചീകി വെച്ചിട്ടുണ്ട്. അവിടുത്തെ നാട്ടിലെ ഒരു സ്ത്രീകളുടെ ഒരു ടിപ്പിക്കൽ ഒരു പ്രതിനിധിയെ പോലെ ആ സ്ത്രീ എന്താ രണ്ടുപേരും കൂടെ പക്ഷെ സീരിയസ് ആയിട്ട് എന്തോ സംസാരിച്ചുകൊണ്ട് എന്നെ കടന്നു പോയിച്ച്. അത് കഴിഞ്ഞ് ഞാൻ കുറേ പിന്നെയും നടന്നിട്ട് ഇരുട്ടായതുകൊണ്ട് വഴി സംശയം വരുന്നത് എവിടെ നിന്ന് തിരിയണമെന്നൊക്കെ ഉള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കി നടന്നപ്പോഴാണ് ഒരു സൈക്കിള് ആരും വരുന്നത്. അന്ന് സൈക്കിളിലൊക്കെ ലൈറ്റ് വെച്ചിട്ട് വരും. അപ്പം അങ്ങനെ ഒരു സൈക്കിളുകാരൻ വരുന്നതാണ്. അവനോട് എന്തെങ്കിലും ചോദിക്കാമെന്ന് പറയുന്നത് അവൻ നമ്മൾ നിൽക്കുന്നത് മൈൻഡ് പോലും ചെയ്യാതെ ആ സൈക്കിൾ യാത്രക്കാരൻ കടന്നു പോയിച്ചു. സാർ ഒറ്റയ്ക്കായിരുന്നു യാത്ര? ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. കാര്യം വിവാഹ വീട്ടിലല്ലേ ഞാൻ പോകും. അപ്പോൾ അവിടെ നിന്നിട്ട് രഹസ്യാന്വേഷണം നടത്താം എന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെയാണ് കുറച്ചു ദൂരം കൂടെ നടന്നു ചെന്നപ്പോഴാണ് ഭാഗ്യം ഒരു ചുമട് താങ്ങി കണ്ട്. പണ്ടൊക്കെ ഈ റോഡിൽ ചുമട് താങ്ങി വെച്ച്, ആ ചുമട് താങ്ങിയ ഒരു അടയാളമാണ്. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുന്നിടത്താണ് ഈ സ്റ്റാൻലിയുടെ വീട്ടിൽ പോകുന്നത്. പണ്ടെന്ന് പോയിട്ടുള്ള ഓർമ്മയുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് തിരിഞ്ഞ് കുറച്ചു ദൂരം നടന്നെങ്കിലും ഒന്ന് ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പം ഒരു വീട്ടിലും വെളിച്ചവുമില്ല, വെട്ടവുമില്ല, ഒന്നുമില്ല. എല്ലാവരും ഉറക്കമായി കഴിഞ്ഞു. അപ്പോൾ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ഒരു വീട്ടിൽ തട്ടി വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴാണ് ആ വീട്ടിൽ ചോര് തട്ടാൻ പറ്റില്ല, അത് ഓല കൊണ്ടിട്ടുള്ളതാണ്. കുടിലുകളാണ് അവിടെ ഉള്ള എല്ലാം കൂടുതലും. അപ്പോൾ ഓല തട്ടാൻ മടിച്ച് എന്തായാലും ചെറിയ വിളിച്ചതിനകത്തുള്ളതുപോലെ തോന്നിയോണ്ട് വിളിച്ചു, വീട്ടുകാരെ എന്ന് വിളിച്ചു നോക്കി. അനക്കമില്ല. വീണ്ടും അല്പം കൂടെ മാറി എന്നിട്ട് കുറച്ച് പേരൊക്കെ വിളിച്ച് വീട്ടുകാരെ എന്ന് വിളിച്ച്. ഭാഗ്യം വെളിച്ചം പൊങ്ങി വന്നു. ആരാ? ഈ വിൻസെന്റ് സാറിൻ്റെ വീട് ഇതുവഴിയാണ് പോകേണ്ടത്. അതെ, അതുവഴി താഴോട്ട് പോയാൽ മതി. പറഞ്ഞു തീർത്ത് അതും വിളക്കണച്ചത് ഒരുമിച്ചിട്ട്. അതിൻ്റെ അർത്ഥം ഇനി ഒരു ചോദ്യത്തിന് അവസരം ഇല്ല. എന്തായാലും താഴോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് തോന്നെങ്കിലും ആ വഴിയുടെ രണ്ട് സൈഡിലും ഈ പനയോലകൾ കെട്ടിത്തൂക്കിയുള്ള വേലിക്കെട്ടുകളാണ് എല്ലാം. ഇങ്ങനെ കുറേ ദൂരം നടന്നു. എന്നിട്ടെല്ലാം മൊബൈലിൻ്റെ വെളിച്ചമുണ്ടായിരുന്നു. ഇങ്ങനെ പോയി കുറേ ദൂരം ചെന്നപ്പോഴാണ് ഒരു പനയോലകൾ കാറ്റിൽ അടിക്കുന്ന ഒരു ശബ്ദം. രാത്രിയുടെ നിശബ്ദതയിലാണ് അതിൻ്റെ ഈ ശബ്ദവും ഒരു ഓലിയിടൽ പോലെ എന്തൊക്കെ ഒരു ശബ്ദവും കേൾക്കുന്നത്. എന്ത് വരട്ടെ എന്ന് പറഞ്ഞ് നടന്നു പോയപ്പോഴാണ് ഒരു കുളം കണ്ടത്. കുളം കണ്ടപ്പോൾ സമാധാനമായി. ഇത് തന്നെ വഴി. പണ്ട് ഈ കുളത്തിൽ ഞാനും സ്റ്റാൻലിയൊക്കെ ഒരുപാട് നാൾ വന്ന് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുളത്തിൽ തന്നെ അടയാളം ശരിയാണ്, വഴി തെറ്റിയിട്ടില്ലെന്ന് മനസ്സിലായി. പക്ഷെ കുളത്തിൽ ഒരു സ്ത്രീ നിന്ന് കുളിക്കുന്നു. ഈ രാത്രി ആരെ കുളിക്കുന്നതെന്ന് നോക്കിയപ്പോൾ കുറച്ചുകൂടെ അടുത്തേ നോക്കിയപ്പോഴാണ് അത് സ്ത്രീ കുളിക്കുന്നതല്ല, അതൊരു നിഴല് മാത്രമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കോലാഹലം, ബഹളവും, ഒരു പാട്ടിൻ്റെ ഒച്ചയും ഒരു മണവും എവിടുന്ന് വന്ന് പെട്ടുപോയെന്ന് തന്നെ തീരുമാനിച്ചു. എന്തായാലും ഒരു ഹൊറർ മൂഡായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുമോ? ഒന്നും വിളിച്ചില്ല, ഒന്നുമില്ലാത്തൊരു സ്ത്രീയാണെന്ന് തോന്നി. അവിടെ ഇല്ല. ഇപ്പോൾ നോക്കിയപ്പോൾ പനയോലകൾ കാറ്റില്ലെങ്കിലും പനയോലകൾ ആടുന്ന ശബ്ദവും ഒരു മുഴക്കം പോലെ കേൾക്കുന്നു. പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് നടക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഒരു പനയോലയിലിരുന്ന് ഒരു പൊട്ടിച്ചിരിയൊക്കെ നോക്കുമ്പോൾ ഒരു സ്ത്രീ ഇരുന്ന് ചിരിച്ച് ബഹളം ഉണ്ടാക്കുന്നു. ശരി, ഈ നിമിഷം ഇതിൽ വരാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ തോന്നുന്നപ്പോൾ നോക്കിയപ്പോഴാണ് അകലെ നിന്നൊരു ഒരു സൈക്കിളിലെ വെളിച്ചം വരുമ്പോൾ തോന്നി. ഞാൻ നോക്കിയപ്പോൾ ഒരു സൈക്കിൾ യാത്രക്കാരൻ ഇങ്ങനെ സൈക്കിൾ ഉരുട്ടി വരെയാണ് ലൈറ്റും വെച്ചിട്ട്. അപ്പം അത് സമാധാനം, ആശ്വാസമായി. അവിടെ വന്നിട്ട് എൻ്റെ അടുത്തൂടെ ഇങ്ങനെ എത്തുമ്പോൾ അയാളെന്നെ നോക്കുന്നൊന്നുമില്ല. ഞാൻ ചോദിച്ചു, വിൻസെൻ്റ് സാറിൻ്റെ വീട് അല്ലേയാണോ എന്ന് ചോദിച്ചു. അതിന് മറുപടി അയാളൊന്നും പറഞ്ഞില്ല. കൈ എന്താ ആക്ഷൻ കാണിച്ചിട്ട് ഇയാൾ സൈക്കിളിൽ മുന്നോട്ട് ഉരുട്ടുകയാണ്. ഇയാളെ പിന്നെ എന്തായാലും ഇയാളെ പിന്നെ പോകും. വിൻസെൻ്റ് സാറിനെ അറിയാതിരിക്കില്ല. എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനാണ്, പുള്ളി മാഷായിരുന്നാണ് അവിടെ. അപ്പോൾ നാട്ടിൽ മൊത്തം അറിയാം പുള്ളിയെ. വിൻസെൻ്റ് സാറിനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ വിൻസെൻ്റ് സാറിൻ്റെ പേര് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അറിയാം എന്നുള്ള ധാരണയിലാണ് ഞാൻ കൂടെ നടക്കാൻ നോക്കിയപ്പോൾ പുള്ളി എന്നെ മൈൻഡ് ചെയ്യാതെ സൈക്കിൾ ഉരുട്ടി അങ്ങ് പോവുകയാണ്.
ഞാൻ പുറകെ നടക്കാൻ നോക്കിയത് ഒരു ഓല വന്ന് എൻ്റെ മുമ്പ് വന്നു. കാലെടുത്ത് വെക്കാൻ നോക്കുമ്പോൾ ഒരു ഓല വന്ന് വീണ. ഒപ്പം ഭയങ്കര ഒരു കൂട്ടച്ചിരിയും ബഹളവും പാട്ടും. സ്തംഭിച്ച് നിന്നിട്ട് ആ മനുഷ്യൻ നോക്കിയപ്പം അയാളൊന്നും അറിയാത്ത പോലെ അയാൾ പോകണം. കുറെ ദൂരെ ചെന്ന് അങ്ങ് നിൽക്കാനായിരുന്നു. അയാൾ അടുത്തെത്താൻ വേണ്ടി ഓടാൻ നോക്കിയപ്പോൾ കാല് അനങ്ങാൻ പറ്റും. പേടിച്ച് എന്തായാലും സകല ശക്തിയും സംഭരിച്ചുകൊണ്ട് നടന്ന് മനസ്സിൽ വിചാരിച്ച് ഇതൊക്കെ ജന്തുക്കൾ ജീവിക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അവരുടെ പ്രലോഭനങ്ങളിലൊന്നും വീഴാൻ നമ്മൾ പാടില്ല. നമ്മുടെ ഒരു പോലീസ് ഓഫീസറല്ലേ, മനസ്സിനെ ധൈര്യം വരുത്തി നടന്ന് എന്തായാലും ഓടി അയാൾ അടുത്തെത്തി. അങ്ങനെ വാറണ്ട് ആയിട്ടാണ് ഞാൻ മഫ്റ്റിയിലാണ് പോകാൻ തീരുമാനിച്ചത്. യൂണിഫോമിൽ പോയ ഇവൻ ചിലപ്പം വരുമ്പോൾ കല്യാണത്തിന് വന്നിട്ട് ഓടിക്കളഞ്ഞാലും. ഇതിൽ സന്തോഷം എന്ന് പറഞ്ഞ ആളുടെയും ഈ സൈമൺ എന്ന് പറഞ്ഞ ആളുടെ ഫോട്ടോ കൂടെ ഒന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഒരേപോലെ തന്നെ സെയിം തന്നെ. ഇതെന്താ ഒരു കാര്യം? അത് ക്രൈം ബ്രാഞ്ചിൽ അന്വേഷിക്കുന്ന ഒരു വാറണ്ട് കേസിലെ പ്രതിയാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കണം, എൻ്റെ സഹോദരിയുടെ മകളുടെ വിവാഹം നടക്കണം. അതിന് ധൈര്യം സംഭരിക്കേണ്ടത് നീയാണ്. അയാൾ അടുത്തെത്തിയപ്പോൾ അയാൾ ചിലപ്പം എൻ്റെ മനസ്സിലായി കാണും, സാറ് എൻ്റെ മകൻ്റെ കൂട്ടുകാരനെന്നറിയാം. പിന്നെ ഇത്രയും ഈ സമയത്തിൽ വന്നതിൻ്റെ ദേഷ്യം തീർക്കാനെന്നോണം സൈക്കിൾ ഒന്ന് വലിച്ചിട്ട് അയാൾ മുമ്പ് സൈക്കിൾ വെട്ടി നടക്കുകയും ചെയ്തു. ഒരുവിധം അയാളെ കൂടെ നടന്നപ്പോൾ എനിക്ക് വഴി ഒന്ന് രണ്ട് വീടുകൾ കണ്ടപ്പോൾ തോന്നി ഇത് തന്നെയാണ് കറക്റ്റായിട്ട് വഴിയെന്ന് തോന്നി. കുറച്ച് പേര് ചെന്നപ്പോൾ ഇയാളൊരു സൈഡിലോട്ട് സൈക്കിൾ വെട്ടി അത് താഴോട്ട് പോകണം. ഞാനിതെന്താ ഇയാൾ ജിൻസിൻ്റെ സാറിൻ്റെ വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ അയാൾ ഈ താഴോട്ട് വന്ന് ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് നോക്കിയപ്പോഴാണ് മുകളിലായിട്ട് സ്റ്റാൻലിയുടെ വീടിരിക്കുന്നത്. അവിടെ ഒരു പുരകെട്ടി വീട് കണ്ടു. ഓഹ്, എന്തൊരു ആശ്വാസമായി. നേരെ ഓടിക്കയറി പടി കയറി ചെന്ന് വീട്ടിൽ കയറി അവിടെ നിന്ന് വിളിച്ചു, സ്റ്റാൻലി എന്ന് വിളിച്ചു. എല്ലാവരും കഥ തുറന്ന് ലൈറ്റിട്ട് കഥ തുറന്ന് വന്ന് നോക്കിയപ്പോൾ വേർത്ത് കുളിച്ച് നിൽക്കുന്നു ഞാനിങ്ങനെ. അവൻ ചോദിച്ചത്, നീ ഈ സമയത്ത്? അത് കണക്കൂട്ടൽ തെറ്റി, ഊരമ്പിലെത്തിയപ്പോഴും വൈകിപ്പോയി. എന്തായാലും എന്ത് വരട്ടെ എന്ന് പറഞ്ഞ് നടന്നു. അപ്പോൾ വന്ന വഴിയിലാണ് നിന്റെ അപ്പൻ അതുവഴി സൈക്കിൾ വെട്ടിക്കൊണ്ട് വന്നോണ്ടൊരു ധൈര്യമായി. പുള്ളിയുടെ അച്ഛനായിരുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ അളത്തെ എല്ലാം ഞാൻ വരെയായിരുന്നു. ചോദിക്കുന്നു, എൻ്റെ അപ്പനെ നിനക്ക് അറിഞ്ഞൂടെ? മുറി കിടന്ന് ഉറങ്ങയില്ലേ? ഇപ്പൊ വാതിൽ തൊട്ടി തുറന്നപ്പം പുള്ളി അവിടെ തിരക്കി വരില്ല. അപ്പൊ എന്തായാലും അപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷെ പുള്ളി സൈക്കിൾ ഈ വീടിൻ്റെ പുറവശത്താണ് ഉരുട്ടിക്കൊണ്ട് പോയത്. എടാ, എൻ്റെ അപ്പ ഇതാ കിടക്കുന്നത്, നിന്റെ കൂടെ ദൈവം കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഈ സമയത്ത് ഇതുവഴി ഒരുമാതിരിപ്പെട്ടവർ വരില്ല. അപ്പോൾ എന്തായാലും രക്ഷപ്പെടും. നീ ഇരുന്ന ഞാൻ ഇത്തിരി വെള്ളം എടുത്തുണ്ടോ? അവൻ പോയി ചെന്ന് ഒരു ചെമ്പൊരു കുറേ വെള്ളം എടുത്തോണ്ട് ആ വെള്ളം മുഴുക്കെ കുടിച്ച് ഇരിക്കുമ്പോഴാണ് ആ വിൻസെൻ്റ് സാറ് പതുക്കെ അടുത്ത കസേര വന്നിരുന്നത്. വല്ലാതെ പേടിച്ചല്ലേ? പേടിച്ചൊന്നുമില്ല സാർ, പേടിയൊന്നുമില്ലായിരുന്നു. പറയുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ പേടിയായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ച്, ഇപ്പം സാറെന്ന് വിചാരിച്ചാണ് ഞാൻ കൂടെ വന്നത്. പിന്നെ ഈ സമയത്ത് ഈ സൈക്കിൾ ഉരുട്ടിക്ക് വന്ന വയസ്സൻ അത് ആരെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴാണ് വിൻസെൻ്റ് സാറ് പറയുന്നത്, ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കമ്പൗണ്ടർ സാറ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. വീട്ടിൽ തന്നെയാണ് ആശുപത്രി. ഇനി ഇവിടുത്തെ ഈ നാട്ടിലെ ആർക്ക് എന്ത് അസുഖം വന്നാലും അദ്ദേഹത്തിൻ്റെ മരുന്ന് കൊടുത്താൽ മതി, സുഖമാകും. അത് നാട്ടുകാർ എല്ലാവർക്കും അറിയാം. വീട്ടിൽ നിന്ന് വരാൻ വയ്യാത്തതാണെങ്കിൽ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂടെ വരും. പണ്ടൊരു മോട്ടോർ ഘടിപ്പിച്ചൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. അത് ചീത്തയതിന് ശേഷം ഒരു റാലി സൈക്കിള് മരുന്ന് പെട്ടിയും വെച്ച് കെട്ടി വീട്ടിൽ വന്ന് മരുന്ന് കൊടുക്കും. പൈസ കൊടുത്താലായി, ഇല്ലെങ്കിലായി, അത് കുഴപ്പമില്ല. അത്ര ആളുകൾക്കെല്ലാം ഈ കമ്പൗണ്ടർ സാറെന്ന് പറഞ്ഞ ദൈവത്തെ പോലെയാണ്. അദ്ദേഹം എന്ത് മരുന്ന് കൊടുത്താലും അവർക്ക് ആശ്വാസം. അങ്ങനെ ഒരു മനുഷ്യൻ താമസിച്ചിട്ടുണ്ടായിരുന്നു, നല്ല മനുഷ്യനാണ്. അദ്ദേഹം കുറേ നാൾ കഴിയുമ്പോൾ മുമ്പാണ് അദ്ദേഹം മരിച്ചത്. അത് കാരണം ഈ ഇദ്ദേഹത്തിന് പ്രായമായപ്പോഴേ 10-20 വയസ്സായ മരുന്നിൻ്റെ പേരൊക്കെ വായിക്കാനൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോഴേ നാട്ടുകാരെല്ലാവരും കൂടെ വിചാരിച്ച് എന്നാൽ ഇദ്ദേഹത്തിന് ഒരു സഹായിയെ കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ നിർബന്ധിച്ച്
ഒരു 10-25 വയസ്സായുള്ള ഒരു പെണ്ണിനെ കൂടെ കൊണ്ട് ഈ സഹായിയായിട്ടും ഭാര്യയെ പോലെ കൊണ്ട് ആക്കി കൊടുത്ത അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ഭാര്യ മരിച്ചു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ആളുകൾ വിചാരിച്ച പോലെ കണക്കൂട്ടൽ തെറ്റിപ്പോയി. ആ സ്ത്രീ മരുന്നൊക്കെ പഠിക്കുകയും ചെയ്തു. പക്ഷെ അവരുടെ ചികിത്സ അവിടുത്തെ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഛർദ്ദിച്ച് കമ്പൗണ്ടർ സാർ മരിച്ചു. പക്ഷെ ആ ഛർദ്ദിയിൽ കഴിച്ച ഒരുപാടത്ത് പൂച്ചയും മരിച്ചപ്പോഴാണ് ആളുകൾക്ക് സംശയമായത്. എന്തായാലും വളരെ താമസിച്ചില്ല, ഏറെ താമസിച്ചില്ല. കുറേ ഒരു ദിവസം നോക്കിയപ്പോൾ ആശുപത്രിയും കെട്ടിടവും മുഴുക്ക ചത്തി ചാമ്പലായി കിടക്കുന്നു. അതിനകത്ത് ഉള്ളിൽ ഒരു സ്ത്രീ. ആ സംഭവം അതോടെ ആ വീടൊക്കെ തീർന്ന്. പക്ഷേ ഇന്നും വീടുകളിലെത്തി കമ്പൗണ്ടർ സാറ് ആളുകൾക്ക് രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്, അവർക്ക് സുഖമാവുകയും ചെയ്യുന്നു. അതൊരു അന്ധവിശ്വാസമല്ല, അവരുടെ ഒരു വിശ്വാസമാണ്. കമ്പൗണ്ടർ സാറ് മരുന്ന് തരും എന്ന് അങ്ങ് വിചാരിക്കുകയാണ് അവർ. അങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതല്ലാതെ ഈ കാമ്പൗണ്ട് അപ്പം ഞാൻ ചോദിച്ചു, ഈ കുളത്തിനടുത്തൂടെ വന്നത് അവിടെ എന്താ കുഴപ്പം ചോദിച്ചു. പറയാണ് ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധന്മാർ മുതലെടുക്കുന്നതാണ്. ഇവിടുത്തെ ആളുകളെയൊക്കെ പേടിപ്പിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഏർപ്പാടാണ് ഇവിടെ. അത് കുളമാണ് അവർ കേന്ദ്രമാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഈ ആളുകളെല്ലാം പേടിപ്പിച്ചിട്ട് അതിനെതിരെ പ്രവർത്തിച്ച പലരും നിരാശരായി പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്ന മതിയാക്കി പോവുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവരുടെ ഭീഷണി അത്രയ്ക്കാണ്. അങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരുടെ കേന്ദ്രമാണത്. അല്ലാതെ അവർ പ്രചരിപ്പിക്കുന്നതായാലും എന്തായാലും അതൊരു ആളുകൾ ഇന്നാരും അതിൽ പോവില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പേടിച്ചിട്ട് അത് ഇവരാണ് അതിൻ്റെ ആളുകൾ എന്നുള്ളതാണ് അറിയാം. എങ്കിലും അവരുണ്ടാക്കി വിടുന്ന ഈ കൊലാരങ്ങളുമായിട്ട് ആളുകൾ പേടിച്ചു പോകും. അതുകൊണ്ട് ആരും പുറത്തിറങ്ങാറില്ല. അതായത് സാറിന്റെ മുന്നേ പോയത് കോമ്പൗണ്ടറും പനയുടെ മുകളിലിരുന്നത് ആ സ്ത്രീയുമായിരുന്നു. ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ അവരുടെ അന്ധവിശ്വാസത്തിൽ അവർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇപ്പം അവിടെ അങ്ങനെയുള്ള സ്ഥലമായിരിക്കാം, പ്രേതങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരിക്കാം. നമുക്കത് പ്രശ്നമല്ലല്ലോ. പക്ഷെ ഈ സൈക്കിള് ഒന്തിക്കൊണ്ട് വന്ന ആള് കമ്പൗണ്ടർ സാറായിരിക്കാം എന്ന് വിശ്വസിക്കാനേ കഴിയുള്ളൂ. കാര്യം അല്ലെങ്കിൽ പിന്നെ വഴി തെറ്റുന്നത് തന്നെ ഈ സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നല്ലോ. അപ്പം ആ ആളായിരിക്കും എന്ന് വിൻസെൻ്റ് സാറിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഞാൻ ആശ്വസിച്ച് ചിലപ്പോൾ അതായിരിക്കും. എന്തായാലും വെള്ളം കുടിച്ച് കഴിഞ്ഞത് കഴിഞ്ഞുകൊണ്ട് നോക്കിയപ്പോഴാണ് വീട്ടിലാരും മൊത്തം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ വിൻസെൻ്റ് സാറ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇനി എല്ലാവരും ചെന്ന് കിടന്ന് ഉറങ്ങാം, സാറ് ഉറങ്ങട്ടെ, രാവിലെ കഴിക്കാറുള്ളതല്ലേ. അങ്ങനെ വാറണ്ട് ആയിട്ടാണ് ഞാൻ മഫ്റ്റിയിലാണ് പോകാൻ തീരുമാനിച്ചത്. യൂണിഫോമിൽ പോയ ഇവൻ ചിലപ്പം വരും കല്യാണത്തിന് വന്നിട്ട് ഓടിക്കളഞ്ഞാലും. ഇതിൽ സന്തോഷം എന്ന് പറഞ്ഞ ആളുടെയും ഈ സൈമൺ എന്ന് പറഞ്ഞ ആളുടെ ഫോട്ടോ കൂടെ ഒന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഒരു തന്നെ സെയിം തന്നെ. ഇതെന്താ ഒരു കാര്യം? അത് ക്രൈം ബ്രാഞ്ചിൽ അന്വേഷിക്കുന്ന ഒരു വാറണ്ട് കേസിലെ പ്രതിയാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കണം, എൻ്റെ സഹോദരിയുടെ മകളുടെ വിവാഹം നടക്കണം. അതിന് ധൈര്യം സംഭരിക്കേണ്ടത് നീയാണ്. അങ്ങനെ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങി എഴുന്ന് വിൻസെൻ്റ് സാർ പറഞ്ഞ ഉടനെ തന്നെ അപ്പോൾ ഞാനും സ്റ്റാൻലി മാത്രമായി. അപ്പം ഞങ്ങളിങ്ങനെ കല്യാണക്കാരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പറയുന്നത്, ഒരു മേശകത്തുനിന്ന് ഒരു കല്യാണ ലെറ്റർ എടുത്ത് കാണിച്ച്, ആരിൻ്റെയും വധുവിൻ്റെയും ഫോട്ടോ എടുത്ത് കാണിച്ച്. കാണിച്ചതിൽ അതിൻ്റെ പേര് എഴുതിച്ചിരിക്കുന്നത് സൈമൺ, സഹോദരിയുടെ മകൾ ദേവി. ശരിയോ, ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്കൊരു സംശയം. ഞാൻ അവനെ മുറി ഒരുക്കാനായിട്ട് അകത്തോട്ട് പോയ സമയത്ത് ബാഗ് തുറന്ന് ഈ വാറണ്ടിയുടെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ രണ്ടും സെയിം ആണെന്ന് എനിക്ക് മനസ്സിലായി. അവൻക്കറിയാതെ ഞാൻ അകത്ത് വയ്ക്കുകയും ചെയ്തു. സാറിനൊന്ന് കിടക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ സ്റ്റാൻലി വരുന്നത്. വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഈ സൈമണെ നിനക്ക് നേരത്തെ അറിയാമോ? അറിയാം, ഞങ്ങളുടെ നാട്ടുകാരല്ലേ. കുറേ ആൾ ബോംബെയിൽ എവിടെ ആയിരുന്നു എന്ന് പറഞ്ഞു. കുറേ ആളില്ലായിരുന്നു, ബോംബെയിലാണ്. പക്ഷെ ഒരു നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമൊക്കെയാണ്. ഇവിടെ അടുത്താണോ? അല്ല, ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ മാറിയാണ്. ഓ, ഈ സൈമണ് വേറെ പേര് വല്ലോ? എന്താണെന്ന് ഞാൻ അങ്ങനെ ചോദിച്ചത്.
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ ചോദിച്ചെന്നുള്ള ഞങ്ങളുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ആളുകൾ പള്ളിയിൽ പോകുന്നവരുമുണ്ട്, ക്ഷേത്രത്തിൽ പോകുന്നവരുമുണ്ട്. ഈ നാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ജനിക്കുമ്പോൾ കൊച്ചിനൊരു പേരിടും. അത് ചിലപ്പം പെണ്ണുങ്ങൾ സ്ത്രീകളൊക്കെ ആയിരിക്കും. അപ്പോൾ ക്രിസ്ത്യൻ പേരിടും. സ്കൂളിൽ ചേർക്കുമ്പോൾ മറ്റൊരു പേരിടും. അപ്പോൾ കല്യാണ സമയത്ത് ഇതിൽ ഏതെങ്കിലും പെൺവീട്ടുകാർക്ക് ഇഷ്ടമുള്ളത് ഹിന്ദുക്കളാണോ, എൻ്റെ പേര് വേണോ, ക്രിസ്ത്യൻ പേര് വേണോ അവർ തീരുമാനിക്കുന്നതനുസരിച്ചാണ് നടത്തുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റിടത്തും കാണില്ല ചിലപ്പോൾ. അപ്പം അങ്ങനെയാണ് ഇവൻ്റെ പേര് സൈമൺ എന്ന് പറഞ്ഞത്. ലെറ്റർ എന്ത് സൈമൺ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഞാനൊന്നും ഇല്ലെന്ന് പറഞ്ഞെങ്കിലും അവനെ നിർബന്ധിച്ചു. ഇതെന്താ കാര്യമുള്ള കാര്യം പറ. അപ്പോഴാണ് പറഞ്ഞത്, സ്നേഹിതന്മാരെന്ന് പറഞ്ഞാൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിന്നോട് ഞാൻ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇനി പറയാം. ഈ എൻ്റെ വാറണ്ട് കേസിലെ ഫോട്ടോ പതിച്ച് എൻ്റെ അടുത്ത് കാണിച്ചിട്ട് ഇതിൽ സന്തോഷം എന്ന് പറഞ്ഞ ആളുടെയും ഈ സൈമൺ എന്ന് പറഞ്ഞ ആളുടെ ഫോട്ടോ കൂടെ ഒന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഒരു തന്നെ സെയിം തന്നെ. ഇതെന്താ കാര്യം? അത് ക്രൈംബ്രാഞ്ചിൽ അന്വേഷിക്കുന്ന ഒരു വാറണ്ട് കേസിലെ പ്രതിയാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. അതാണ് ഈ സൈമൺ എന്ന് പറയുന്നത്. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്പനേരത്തെ ശബ്ദതയ്ക്ക് ശേഷം സാലി ചൂടായി. നീ മനഃപൂർവ്വം വന്നതാണ് ഈ സമയത്ത്. കല്യാണത്തിൽ വരുന്നെന്ന് പറഞ്ഞ് വന്നിട്ട് എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. മര്യാദയ്ക്ക് കല്യാണം നടന്ന് ഇതെല്ലാം ഷോയായിട്ട് തീരുമായിരുന്നു. നീ ഇത് വന്നതെല്ലാം കലക്കാൻ ശ്രമിക്കുകയാണെന്നോ? ഉടനെ സാലിയുടെ വായിലെ പൊത്തിപ്പിടിച്ചു. പാടില്ല, ബഹളം ഉണ്ടാക്കരുത്, ആരും ഉണർത്തരുത്, ഞാനിതൊന്നും ആരോടും പറയില്ല, രാവിലെ ഞാൻ തന്നെ പൊക്കോളാം, നിങ്ങൾ കല്യാണമൊക്കെ മംഗളമായിട്ട് നടക്കട്ടെ, നീ തൽക്കാലം എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അല്പനേരം ആലോചിച്ചിട്ടാണ് സാലറി ചോദിക്കുകയാണ്, നീ എന്താ പറഞ്ഞത്? നീ തൽക്കാലം കല്യാണമൊക്കെ നടക്കട്ടെ. അപ്പം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വന്ന് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യാം, അവന് ജയിലിടുകയും ചെയ്യും. ആ ദുഃഖവും പേറി എൻ്റെ ആ സഹോദരിയുടെ മകള് കഷ്ടപ്പെട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. ഇതാണോ നീ ഉദ്ദേശിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. ആദ്യം നമുക്ക് ഈ സന്തോഷം തന്നെയാണോ ഈ സൈമൺ എന്ന് നോക്കാം, വെരിഫൈ ചെയ്യണം. പക്ഷെ പെട്ടെന്ന് അഡ്രസ്സ് നോക്കിയപ്പോൾ അഡ്രസ്സൊക്കെ ശരി തന്നെ, എന്നാലും നമുക്ക് ഉടനെ വീട്ടിൽ പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞു. അല്ല, അതാ തന്നെയാണെന്ന് ബോധ്യം വന്നാൽ അപ്പോൾ ഈ കല്യാണം മുടങ്ങരുത്. നമുക്ക് ഈ പള്ളിയിൽ വെച്ചിട്ട് നടത്താൻ പറ്റില്ല. നമ്മൾ ഈ പന്തലിൽ വെച്ച് അതേ സമയത്ത് അന്നേ ദിവസം ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കണം, എൻ്റെ സഹോദരിയുടെ മകളുടെ വിവാഹം നടക്കണം. അതിന് ധൈര്യം സംഭരിക്കേണ്ടത് നീയാണ്. സാലിക്ക് വേണ്ട ധൈര്യമൊക്കെ ഉറപ്പിച്ചു കൊടുത്ത് നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് സാലി പറയുന്നത്, ഈ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. ഞങ്ങൾ നിർബന്ധിച്ചാണ്, ഈ വിവാഹത്തിന് നിർബന്ധിച്ചിട്ടാണ് അവൾ സമ്മതിച്ചത്. അങ്ങനെയാണെങ്കിൽ അയാൾ ഇവിടെ സ്ഥലത്തുണ്ടോ? ഉണ്ട്. അയാളിവിടെ സതി എന്ന് പറയുന്ന ആളിവിടെ ഉണ്ട്. നീ വാ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് നേരെ സതിയുടെ വീട്ടിലെത്തി. ചെന്നപ്പോൾ അവള് സ്ഥലം വിട്ട് പോകാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് ആലോചിച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ചെന്ന് പറഞ്ഞ് അവനെ കയറി പിടിച്ച്, ഞങ്ങളോട് ക്ഷമിക്കണം, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ഞങ്ങൾ അറിഞ്ഞില്ല, സ്നേഹബന്ധം അറിഞ്ഞില്ല. ആ മകളും നിങ്ങളിൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവളെ തടഞ്ഞു നിർത്തി ചോദിച്ചപ്പോഴാണ് നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് സ്നേഹത്തിലാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ മനസ്സ് മാറ്റി, ആ കല്യാണമൊക്കെ മാറ്റി. നാളെ ഈ സമയത്ത് തന്നെ, ഈ നിശ്ചയിച്ച സമയത്ത് തന്നെ അവളുടെ കഴുത്തിൽ താലി കെട്ടണം. അതിനുള്ള എല്ലാ സ്വർണവും എല്ലാം നിങ്ങളിവിടെ എത്തിക്കാം. വീട്ടുകാരെ ഞങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അവന് വലിയ സന്തോഷമായി. അവൻ നമ്മൾ സന്തോഷിച്ച് ചിരിക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി അവൻ സമ്മതിക്കുന്നുള്ളൂ. ഉടനെ തന്നെ വീട്ടുകാരെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടുത്തെ പറഞ്ഞു, ഇങ്ങനെയൊരു സംഭവമാണ്, ഞങ്ങൾ ഇവർ തമ്മിൽ സ്നേഹമാണെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അവരും സന്തോഷമായിട്ട് കല്യാണത്തിനൊക്കെ റെഡിയായി. നമുക്ക് ഈ പറഞ്ഞ സമയത്ത് തന്നെ പന്തലിൽ വെച്ച് വിവാഹം കഴിക്കാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് നേരെ ഞങ്ങൾ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ പോയി, ഞാനും സ്റ്റാലിയും കൂടെ. ചെന്നിട്ട് അവിടെ CA കണ്ട് ഈ വാറണ്ട് കേസിലെ പ്രതിയുടെ ഫോട്ടോയും കേസ് പ്രതിയാണ്, അതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ ഉടനെ ഉടനെ SI വിളിച്ച് പറഞ്ഞ് അവനെ ചെന്ന് പിടിച്ചോണ്ടിരാൻ പറഞ്ഞു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ഈ SI എന്ന് അവനെ പിടിച്ചോണ്ട് വരികയും ചെയ്ത്. പിടിച്ചോണ്ട് വന്നപ്പോൾ സ്റ്റേഷനിൽ എന്നെയും മറ്റു രണ്ടുപേരും കണ്ട് അവന് സംശയം തോന്നി. അവൻ ഓടാനൊരു ശ്രമം നടത്തിയെങ്കിലും എല്ലാവരും കൂടെ ആയിട്ട് പിടിച്ചാണ് നിർത്തിയിട്ട് പറഞ്ഞ്,
അപ്പോൾ അവൻ വെറുതെ ബേലിൽ വിളിച്ച് എൻ്റെ കല്യാണം നാളെയാണ്, ഇല്ലാത്ത കാര്യം പറഞ്ഞ് എന്നെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ എല്ലാത്തിനും ഞാൻ ശരിയാക്കും. അപ്പോൾ അവനെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, എടാ വലിയൊരു കുഴപ്പം നടക്കാതിരിക്കാനാണ് ഞങ്ങൾ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ നിർത്തിയിട്ട് ഞാൻ അവിടെ ക്രൈംബ്രാഞ്ചിലോട്ട് ഫോൺ ചെയ്ത് വണ്ടിയും വരണം, ഒരു ജീപ്പും വരണം, പോലീസുകാർ വരണം, ഒരു വിലം കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ഒരു വൈകുന്നേരത്തോടെ തന്നെ അവർ ജീപ്പ് വരികയും ചെയ്ത് പോലീസുകാർ വന്നു. ഈ സ്റ്റേഷനിൽ നിന്ന് സിയും എസ് ഐയും കൂടെ നമുക്ക് ജീപ്പ് കയറ്റി തന്നവൻ അയച്ചെന്ന്. ഈ വിലങ്ങണിച്ച കേസിലെ പ്രതിയുമായിട്ട് ആ ജീപ്പ് വൈകുന്നേരം അവിടെ നിന്ന് എത്തിരിക്കുമ്പോൾ ഈ പനയോല കൂട്ടങ്ങൾക്കിടയിൽ നിന്നും അതിലൂടെ ഒഴുകി വന്ന കാറ്റിൽ ഒരു ഓമൽക്കിളിയുടെ ഹൃദയ താളമുണ്ടായിരുന്നു. അവരുടെ പ്രേമം സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നാൽ മംഗളമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയി. പ്രേമിക്കുന്നവരെ ഇണക്കുകയാണ് വേണ്ടത്, വേർപിരിക്കുകയല്ല വേണ്ടത്. അതിനുവേണ്ടി അവിടെ ഒരു പോലീസിന്റെ ബുദ്ധി അവിടെ കാണിച്ചു അല്ലേ. ഒരു കഥ അവിടെ മെനഞ്ഞെടുത്തു. അതൊരു നിമിത്തം പോലെ സംഭവിച്ചതാണ്, ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല ഇത്. അവർക്ക് പറയാനും പറ്റില്ലല്ലോ ഒരു കൊലക്കേസിലെ പ്രതിയാണെന്ന് പറയുമ്പോൾ അവരെ കെട്ടി കല്യാണം കഴിപ്പിക്കാൻ നോക്കൂല. ഞങ്ങളുടെ വാറണ്ടിൽ കൊലക്ക് തൂക്കുകയാണ്, ജയിലിൽ ശിക്ഷ കൂടെ ഉള്ളവർക്ക് വിധിച്ചിട്ട് ആ ശിക്ഷ കിട്ടാൻ വേണ്ടിയുള്ളവനാണ്. ആ പെൺകുട്ടിയോട് നിങ്ങൾ ഈ കഥ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറയേണ്ടി വന്നില്ല. ഞങ്ങളിതെല്ലാം മറച്ചു വെച്ചിട്ടാണ് പെട്ടെന്ന് അതിൻ്റെ പ്രേമം, അവരെ പ്രേമത്തിന് പ്രാമുഖ്യം. ഈ ബന്ധുക്കളോടൊക്കെ വന്നവരടുത്തൊക്കെ ഇങ്ങനെ ഈ ഒരു കഥ പറഞ്ഞു, ഈ ഒരു കാര്യം പറയും, മകളുടെ പ്രേമത്തിന് പ്രണയ വീട്ടുകാർ അറിയാം എന്താണെന്ന് അവർക്കൊന്നും പിടികിട്ടിയില്ല. പിന്നീട് അവർക്ക് കാര്യം മനസ്സിലായി കാണും, നമ്മൾ അവരെ ഒഴിവാക്കിയത് കാരണമൊക്കെ അവർക്ക് മനസ്സിലായി കാണും. വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ സാറൊക്കെ വിവരമുള്ള ആളുകളല്ലേ, അവർക്കൊക്കെ മനസ്സിലായി ഇതാണ് സംഭവം എന്നുള്ള മനസ്സിലായി. കൊലക്കേസ് പ്രതിയാണ്. ഇവർ കള്ളം പറഞ്ഞാണ് എമിനെ ഇവിടെ ഒന്നും അല്ല ബോംബെയിൽ ജോലിയായിരുന്നു, ആ സമയത്ത് ബോംബെയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നാട്ടുകാർക്ക് പത്രത്തിൽ വന്ന വിവരങ്ങളൊന്നും ഇവർക്ക് ഈ പേര് അറിഞ്ഞൂടാ. ഈ അഡ്രസ്സ് അവിടുത്തെ തന്നെ, വീട്ടു അഡ്രസ്സൊക്കെ ശരി തന്നെ, പക്ഷെ പേര് തന്നെ സന്തോഷം എന്നാണ് ഞങ്ങളുടെ കേസിലെ പ്രതി. പത്രത്തിൽ വരുന്നതൊക്കെ സന്തോഷം എന്നാണ്, പക്ഷെ അവിടെ സൈമൺ എന്നാണ് കല്യാണത്തിൻ്റെ ലെറ്റർ അടിച്ചിരിക്കുന്നത്. അവിടെ അറിയപ്പെടുന്നത് സൈമൺ. അങ്ങനെ നാട്ടിലായാലും അങ്ങനെ രണ്ടുപേരുള്ള അതാണ് പ്രശ്നം. ഇപ്പൊ ആ ദമ്പതികൾ സുഖമായി ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി പോരുകയാണ്. പിന്നെ നമ്മളവരുടെ കോണ്ടാക്ട് ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് വിളിക്കും എന്നുള്ളതല്ലാതെ ദമ്പതികളുമായിട്ട് ബന്ധമില്ല. ഈ സൈമയുടെ എൻ്റെ ഫ്രണ്ടുമായിട്ടൊക്കെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ടെന്നല്ലാതെ പിന്നെ ആ സംഭവമായിട്ട് ബന്ധമില്ല. താലികെട്ടത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തുക, അവിടെ എത്തുമ്പോൾ ആ പെൺകുട്ടിയുടെ വിവാഹം ചെയ്യാൻ പോകുന്ന പയ്യൻ്റെ ഫോട്ടോ കാണുമ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മനസ്സിൽ പൊട്ടുന്ന പെട്ടെന്നുള്ളൊരു ഞെട്ടൽ, അത് മൂലം ഉണ്ടാകുന്ന പിന്നീടുള്ള സംഭവവികാസങ്ങൾ, ഒരു നിമിഷം ഒന്ന് പാളിപ്പോയെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്നൊരു കഥ. എന്തായാലും ഇത്തരത്തിലുള്ള മറ്റു ഒരു കഥയുമായി കലാകൗമുദിയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.